നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. PSG-യിലും ഫ്രാൻസിലും ഒരുപാട് ഗോളുകൾ അടിച്ചുകൂട്ടിയിരുന്ന ഒരു എംബപ്പെയായിരുന്നു നമുക്കിതുവരെ കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ റയൽ മാഡ്രിഡിൽ അത്തരത്തിലുള്ള ഒരു എംബപ്പയെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഒരു പെനാൽറ്റി പാഴാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ എംബപ്പയെക്കുറിച്ച് റയലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട്. അതായത് എംബപ്പയുടെ പ്രശ്നത്തിന് ഇപ്പോൾ ഉള്ള ഒരേ ഒരു മരുന്ന് അത് ക്ഷമ മാത്രമാണ് എന്നുള്ളതാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. സ്ട്രൈക്കർമാർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സ്ട്രൈക്കർമാർക്ക് ഗോളടിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ കണ്ടതാണ്. ഇതിനുള്ള മരുന്ന് ക്ഷമ കാണിക്കുക എന്നതാണ്. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. പെനാൽറ്റി നഷ്ടപ്പെടുത്തിയത് ഇതിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതാണ്. പക്ഷേ എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ കോൺഫിഡൻസിൻ്റെ അഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. നിങ്ങൾ കരുതിയ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ സിമ്പിളായി കളിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ വിലയിരുത്താൻ പാടില്ല. പെനാൽറ്റി എല്ലാവരും പാഴാക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ക്ഷമ കാണിക്കേണ്ടതുണ്ട്. അസാധാരണമായ ഒരു താരമാണ് കിലിയൻ എംബപ്പെ. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് ഇതുവരെ 5 മത്സരങ്ങൾ കളിച്ച് 3 മത്സരങ്ങളിലും അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒന്ന് തന്നെയാണ്. ലാലിഗയിൽ നിലവിൽ 2ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത്. നേരത്തെ ബാഴ്സലോണയോട് ഒരു വലിയ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.